ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. നടുകടലിൽ ദുരന്തങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ കപ്പലിനകത്തുള്ള ഭാരമേറിയ വസ്തുക്കൾ കടലിലേക്ക് തള്ളിവിടാറുണ്ട്. ഉള്ളിൽ ഭാരം നിറക്കാൻ കാരണമാകുന്ന ചിന്തകളെയും ആകുലതകളെയും അതിനെത്ര മൂല്യമുള്ളതായാലും തള്ളിവിടാൻ കഴിയട്ടെ. കൊച്ചു കൊച്ചു കാര്യങ്ങളിലും സന്തോഷം കണ്ടെത്താൻ സാധിക്കട്ടെ. ഏവർക്കും GM ഓൺലൈൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 10ാം ക്ലാസ് കെമിസ്ട്രിയിലെ 3ാമത്തെ അധ്യായം റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി അഥവാ ക്രിയാശീല ശ്രേണിയും വൈദ്യുത രസതന്ത്രവും, ഈ പാഠത്തിലെ 3ാമത്തെ സെക്ഷനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഇലക്ട്രോ കെമിക്കൽ സെൽ അല്ലെങ്കിൽ ഗാൽവനിക് സെൽ ഇത് നമ്മൾ വിശദമായി ചർച്ച ചെയ്തിരുന്നു. ഇന്ന് മറ്റൊരു സെല്ലാണ് ഇലക്ട്രോലിറ്റിക് സെൽ, വൈദ്യുത വിശ്ലേഷണ സെല്ലുകൾ. ചിത്രം ശ്രദ്ധിക്കൂ. ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ നിന്ന് വ്യത്യസ്തമായി ഇതിൽ ഒറ്റ ബീക്കറാണുള്ളത്. ഇലക്ട്രോ കെമിക്കൽ സെൽ ചെയ്യാറുള്ളത് കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യുകയായിരുന്നു, അഥവാ രാസോർജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുകയായിരുന്നു. എന്നാൽ വൈദ്യുത വിശ്ലേഷണ സെല്ലുകൾ വൈദ്യുതോർജ്ജത്തെ രാസോർജ്ജമാക്കുന്നതിനുള്ള സംവിധാനമാണ്. ഇലക്ട്രോലിറ്റിക് സെൽസ് ആർ ദ ഡിവൈസസ് യൂസ്ഡ് ഫോർ ദ കൺവേർഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി ടു കെമിക്കൽ എനർജി. ഇലക്ട്രോലൈറ്റ്സ്, ഇലക്ട്രോലൈറ്റുകൾ, സബ്സ്റ്റൻസസ് വിച്ച് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ മോൾട്ടൺ സ്റ്റേറ്റ് ഓർ ഇൻ aqueous solutions and undergo a chemical change. Acid, example, acid, alkali or salt are electrolytes in their molten state or in the aqueous solution. In this, ions of electrolytes can move freely and they are responsible for the conduction. In electrolytes, conduction is due to the free moving ions. ഉരുകിയ അവസ്ഥയിലോ ജലീയ ലായനികളിലോ വൈദ്യുതി കടത്തിവിടുന്നതോടൊപ്പം രാസമാറ്റത്തിന് വിധേയമാകുന്ന പദാർത്ഥങ്ങളാണ് ഇലക്ട്രോലൈറ്റുകൾ. ആസിഡുകൾ, ആൽക്കലികൾ, ലവണങ്ങൾ എന്നിവ ഉരുകിയ അവസ്ഥയിലോ ജലീയ ലായനിയിലോ ഇലക്ട്രോലൈറ്റുകളാണ്. ഒരു പദാർത്ഥം ഖരാവസ്ഥയിൽ ഇലക്ട്രോലൈറ്റുകൾ ആവാറില്ല. ഇതിലൂടെ സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന അയോണുകളാണ് ഇലക്ട്രോലൈറ്റുകളിലെ വൈദ്യുത പ്രവാഹത്തിന് കാരണം. ഇലക്ട്രോലൈറ്റുകൾ വൈദ്യുതി കടത്തിവിടുന്നതിന് കാരണം അതിൽ സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന അയോണുകളുടെ സാന്നിധ്യമാണ്. നെക്സ്റ്റ്, ഇലക്ട്രോളിസിസ്. ഇറ്റ് ഈസ് എ പ്രോസസ്. That means the process of chemical change taking place in an electrolyte by passing electricity. During electrolysis, the anions or negatively charged ions move towards the anode and cations, positively charged ions, move towards the cathode. വൈദ്യുത വിശ്ലേഷണം. വൈദ്യുതി കടത്തിവിടുന്നതിൻ്റെ ഫലമായി ഇലക്ട്രോലൈറ്റിൽ രാസമാറ്റം നടക്കുന്ന പ്രവർത്തനമാണ് വൈദ്യുത വിശ്ലേഷണം. നെഗറ്റീവ് അയോണുകൾ അഥവാ ആനയോണുകൾ ആനോഡിലേക്കും പോസിറ്റീവ് അയോണുകൾ അഥവാ കാറ്റയോണുകൾ കാഥോഡിലേക്കും നീങ്ങുന്നു. ഇനി നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ വിശദീകരിച്ച ഇലക്ട്രോ കെമിക്കൽ സെല്ലും ഇപ്പോൾ നമ്മൾ വിശദീകരിച്ച ഇലക്ട്രോലിറ്റിക് സെല്ലും ഒന്ന് താരതമ്യം ചെയ്യാം. ഇലക്ട്രോ കെമിക്കൽ സെൽ converts chemical energy into electrical energy. In electrolytic cell, converts electrical energy into chemical energy. In electrochemical cell, anode is negative, but in electrolytic cell, anode is positive. In electrochemical cell, cathode is positive, but in electrolytic cell, cathode is negative. Both the cell, oxidation occurs at anode and reduction occurs at cathode. സെല്ലുകൾ താരതമ്യം ചെയ്യാം. വൈദ്യുത രാസ സെല്ലുകൾ രാസോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. എന്നാൽ വൈദ്യുത വിശ്ലേഷണ സെല്ലിൽ വൈദ്യുതോർജ്ജം രാസോർജ്ജമായി മാറുന്നു. വൈദ്യുത രാസ സെല്ലിൽ ആനോഡ് നെഗറ്റീവും കാഥോഡ് പോസിറ്റീവുമാണ്. എന്നാൽ വൈദ്യുത വിശ്ലേഷണ സെല്ലിൽ കാഥോഡ് നെഗറ്റീവും ആനോഡ് പോസിറ്റീവുമാണ്. രണ്ട് സെല്ലിലും ആനോഡിൽ ഓക്സീകരണവും കാഥോഡിൽ നിരോക്സീകരണവും നടക്കുന്നു. ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്. ഉരുകിയ സോഡിയം ക്ലോറൈഡിൻ്റെ വൈദ്യുത വിശ്ലേഷണം. വെൻ ഇലക്ട്രിസിറ്റി ഈസ് പാസ്ഡ് ത്രൂ മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്, ഇറ്റ് കൺവേർട്സ് ഇറ്റ് ടു ഇറ്റ്സ് അയൺസ്. The ions are Na+ and Cl-.
Process at cathode, that means reduction. That is Na plus 1 electron gives Na. Here Na plus ion converts to sodium atom. Process at anode, that means oxidation. Cl minus 1 electron gives Cl. Cl plus Cl gives Cl2. Here chlorine is produced. As a result, sodium is obtained at cathode and chlorine obtained at anode. വൈദ്യുതി കടത്തിവിടുമ്പോൾ ഉരുകിയ സോഡിയം ക്ലോറൈഡ് അയോണുകളായി വിഘടിക്കുന്നു. ഉരുകിയ സോഡിയം ക്ലോറൈഡിലെ അയോണുകൾ Na പ്ലസും Cl മൈനസും ആയിരിക്കും. കാഥോഡിൽ നടക്കുന്ന നിരോക്സീകരണ പ്രവർത്തനത്തിൻ്റെ രാസവാക്യം Na പ്ലസ് 1 ഇലക്ട്രോൺ ഗീവ്സ് Na. ഇവിടെ സോഡിയം അയോൺ സോഡിയം ആറ്റമായി മാറുന്നു. ആനോഡിലെ ഓക്സീകരണ പ്രവർത്തനം Cl മൈനസ് 1 ഇലക്ട്രോൺ ഗീവ്സ് Cl. Cl പ്ലസ് Cl ഗീവ്സ് Cl2. ക്ലോറിൻ ആറ്റം ആനോഡിൽ ലഭിക്കുന്നു. ഉരുകിയ സോഡിയം ക്ലോറൈഡിൻ്റെ വൈദ്യുത വിശ്ലേഷണ പ്രവർത്തന ഫലമായി കാഥോഡിൽ സോഡിയവും ആനോഡിൽ ക്ലോറിനും ലഭ്യമാകുന്നു. നെക്സ്റ്റ്, ഇലക്ട്രോളിസിസ് ഓഫ് സോഡിയം ക്ലോറൈഡ്. വെൻ ഇലക്ട്രിസിറ്റി ഈസ് പാസ്ഡ് ത്രൂ sodium chloride solution, it converts into its ions. The ions are Na plus, Cl minus, H plus, OH minus. Process at cathode, that means reduction. H plus 1 electron gives H and H plus H gives H2. Here two positive ions, but hydrogen is moved towards the cathode because hydrogen have electron receiving property than that of Na+. Process at anode, that means oxidation. Cl minus 1E gives Cl. Cl plus Cl gives Cl2. Here chlorine is produced. Here two negative electrons are there, Cl minus and OH minus. But Cl minus have electron releasing ability than that of OH minus. As a result, hydrogen is obtained at cathode and chlorine obtained at anode. സോഡിയം ക്ലോറൈഡ് ലായനിയുടെ വൈദ്യുത വിശ്ലേഷണം. വൈദ്യുതി കടത്തിവിടുമ്പോൾ സോഡിയം ക്ലോറൈഡ് ലായനി അയോണുകളായി വിഘടിക്കുന്നു. സോഡിയം ക്ലോറൈഡ് ലായനിയിലെ അയോണുകൾ Na പ്ലസ്, Cl മൈനസ്, H പ്ലസ്, OH മൈനസ്. കാഥോഡിലെ നിരോക്സീകരണ പ്രവർത്തനം H പ്ലസ് 1 ഇലക്ട്രോൺ ഗീവ്സ് H. H പ്ലസ് H ഗീവ്സ് H2. ഇവിടെ രണ്ട് പോസിറ്റീവ് അയോണുകൾ ഉണ്ടെങ്കിലും ഹൈഡ്രജന് ഇലക്ട്രോൺ സ്വീകരിക്കാനുള്ള കഴിവ് സോഡിയത്തേക്കാൾ കൂടുതലായതുകൊണ്ട് ഹൈഡ്രജൻ കാഥോഡിലേക്ക് നീങ്ങുന്നു. ആനോഡിലെ ഓക്സീകരണ പ്രവർത്തനം Cl മൈനസ് 1E ഗീവ്സ് Cl. Cl പ്ലസ് Cl ഗീവ്സ് Cl2. ഇവിടെ രണ്ട് നെഗറ്റീവ് അയോണുകൾ ഉണ്ടെങ്കിലും Cl മൈനസിന് OH മൈനസിനേക്കാൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കാനുള്ള കഴിവ് കൂടുതലാണ്. അതുകൊണ്ട് Cl മൈനസ് ആനോഡിലേക്ക് നീങ്ങുന്നു. സോഡിയം ക്ലോറൈഡ് ലായനിയുടെ വൈദ്യുത വിശ്ലേഷണ പ്രവർത്തന ഫലമായി കാഥോഡിൽ ഹൈഡ്രജനും ആനോഡിൽ ക്ലോറിനും ലഭ്യമാകുന്നു. നെക്സ്റ്റ്, യൂസസ് ഓഫ് ഇലക്ട്രോളിസിസ്. ഫസ്റ്റ് പോയിന്റ്, പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് ലൈക്ക് പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, അലുമിനിയം. വൈദ്യുത വിശ്ലേഷണത്തിൻ്റെ ഉപയോഗങ്ങൾ: സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, അലുമിനിയം പോലുള്ള ലോഹങ്ങളുടെ നിർമ്മാണം. പ്രൊഡക്ഷൻ ഓഫ് നോൺ മെറ്റൽസ്, എക്സാമ്പിൾ ഹൈഡ്രജൻ, ഓക്സിജൻ, ക്ലോറിൻ. ഹൈഡ്രജൻ, ഓക്സിജൻ, ക്ലോറിൻ പോലുള്ള അലോഹങ്ങളുടെ നിർമ്മാണം. പ്രൊഡക്ഷൻ ഓഫ് കോമ്പൗണ്ട്സ് ലൈക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് പോലുള്ള സംയുക്തങ്ങളുടെ നിർമ്മാണം. പ്യൂരിഫിക്കേഷൻ ഓഫ് മെറ്റൽസ് ലൈക്ക് കോപ്പർ, ഗോൾഡ് തുടങ്ങിയ ലോഹങ്ങളുടെ ശുദ്ധീകരണം. ഇലക്ട്രോപ്ലേറ്റിംഗ് അഥവാ വൈദ്യുത ലേപനം. ഇത്തരം ആവശ്യങ്ങൾക്ക് വൈദ്യുത വിശ്ലേഷണം പ്രയോജനപ്പെടുത്താറുണ്ട്. Next, what is meant by electroplating? Coating of metallic objects with other metals to resist corrosion and to increase the luster. Here, the article to be coated is connected to negative terminal of the battery. Then, the metal to be plated or coated is connected to positive terminal of the battery. A salt solution of the metal to be coated is taken as electrolyte. വൈദ്യുത ലേപനം. വൈദ്യുത വിശ്ലേഷണ ഫലമായി ഒരു ലോഹത്തിന് മുകളിൽ മറ്റൊരു ലോഹത്തിൻ്റെ ആവരണം ഉണ്ടാക്കുന്ന പ്രക്രിയ. ഇതുമൂലം ലോഹനാശനം തടയുന്നു. ആവരണം ചെയ്യേണ്ട വസ്തുവിനെ ബാറ്ററിയുടെ നെഗറ്റീവുമായും
ആവരണം ചെയ്യുന്ന ലോഹം ബാറ്ററിയുടെ പോസിറ്റീവുമായും ബന്ധിപ്പിക്കുന്നു. ആവരണം ചെയ്യുന്ന ഒരു ലോഹത്തിൻ്റെ ലവണലായനി ഇലക്ട്രോലൈറ്റായി ഉപയോഗിക്കുന്നു. പട്ടികയിൽ ഏതാനും ലോഹങ്ങളുടെ വൈദ്യുത ലേപനം അഥവാ ഇലക്ട്രോ പ്ലേറ്റിംഗ് ഓഫ് സം മെറ്റൽസ് ആർ ഗിവൺ. In figure, copper plating on iron bangle. There is an iron bangle connected to the negative terminal, that means cathode. There is a copper rod as anode that is connected to the positive terminal of the battery. Copper sulfate solution is used as electrolyte. ഇരുമ്പ് വളയിൽ ചെമ്പ് പൂശുന്നതിന് ഇരുമ്പ് വള ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക് അഥവാ കാഥോഡായും കോപ്പർ തകിട് ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് അഥവാ ആനോഡായും കോപ്പർ സൾഫേറ്റ് ലായനി ഇലക്ട്രോലൈറ്റായും ഉപയോഗിക്കുന്നു. യൂസസ് ഓഫ് ഇലക്ട്രോപ്ലേറ്റിംഗ്: ഗോൾഡ് പ്ലേറ്റഡ് ഓർണമെൻറ്റ്സ്, സിൽവർ പ്ലേറ്റഡ് വെസൽസ്, ക്രോമിയം പ്ലേറ്റഡ് അയൺ ഹാൻഡിൽസ്. വൈദ്യുത ലേപനത്തിൻ്റെ പ്രായോഗിക ഉപയോഗങ്ങൾ: സ്വർണം പൂശിയ ആഭരണങ്ങളുടെ നിർമ്മാണം, വെള്ളി പൂശിയ പാത്രങ്ങളുടെ നിർമ്മാണം, ക്രോമിയം പൂശിയ ഇരുമ്പ് കൈപ്പിടികളുടെ നിർമ്മാണം. ഇത്തരം ആവശ്യങ്ങൾക്ക് വൈദ്യുത ലേപനം പ്രയോജനപ്പെടുത്താറുണ്ട്. ഇതോടെ 10ാം ക്ലാസ് കെമിസ്ട്രിയിലെ 3ാമത്തെ അധ്യായം അഥവാ റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി, ക്രിയാശീല ശ്രേണിയും വൈദ്യുത രസതന്ത്രവും എന്ന പാഠം അവസാനിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ഫ്രം GM ഓൺലൈൻ.